എറണാകുളത്ത് വിദ്യാർത്ഥിനി കായലിൽ വീണതായി സംശയം. ഫിദ എന്ന +1 വിദ്യാർത്ഥിനിയാണ് കാണാതായത്. തിരച്ചിൽ തുടരുന്നുണ്ട്. അവിടെ നിന്നും പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുന്നു. പ്രദീപ് ജോസഫ്, എപ്പോഴാണ് ഈ പെൺകുട്ടിയെ കാണാതായി എന്ന് സംശയിക്കുന്നത്? കായലിൽ വീണതായി ആരും കണ്ടിട്ടില്ല, പക്ഷേ കായലിൽ വീണതാവാം എന്ന സാധ്യതയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? രാവിലെ 6:30 മണിയോടുകൂടിയാണ് അപകടം ഉണ്ടായത്. തൊട്ടടുത്ത് തന്നെയാണ് ഈ ഫിദ എന്ന പെൺകുട്ടിയുടെ വീട്. വീട്ടിൽ നിന്ന് ഈ കായലിലേക്ക് വേസ്റ്റ് കളയുന്നതിന് വേണ്ടിയാണ് പെൺകുട്ടി വന്നത്. വേസ്റ്റ് കളഞ്ഞു. അതിനുശേഷം നമുക്ക് കാണാം, ഇപ്പോൾ ഇത്രയും വെള്ളമേ ഉള്ളൂ. പക്ഷേ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഏതാണ്ട് ഈ കെട്ടിനൊപ്പം വെള്ളമുണ്ടായിരുന്നു. കുട്ടിയുടെ അമ്മ കുറച്ച് പുറയിലുണ്ടായിരുന്നു. ഇതിന് തൊട്ട് പുറകിൽ തന്നെയാണ് കുട്ടിയുടെ വീട്. ഇവർ നിലമ്പൂർ സ്വദേശികളാണ്. വർഷങ്ങളായി ഇവിടെ ഈ മാടവന മേഖലയിലാണ് താമസിക്കുന്നത്. വേസ്റ്റ് കളഞ്ഞതിന് ശേഷം അല്പം മുന്നോട്ട് നീങ്ങി, ഒരുപക്ഷെ കാൽ കഴിയുന്നതിനോ മറ്റോ ഇറങ്ങിയതായിരിക്കാം. അങ്ങനെ ഈ ചെളിയിലേക്ക് അല്ലെങ്കിൽ കായലിലേക്ക് വീഴുകയായിരുന്നു. നെട്ടൂർ മാടവന പുഴയെന്നോ കായൽ എന്നോ പറയാം. എന്തായിരുന്നാലും അമ്മ പിന്നിലുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ നാട്ടുകാർ പറഞ്ഞത്, അമ്മ ഏതാണ്ട് കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായത്. പെൺകുട്ടി പുഴയിൽ മുങ്ങിയത്. അമ്മയും ഈ കൂടെ ഒപ്പം തന്നെ ഈ വെള്ളത്തിൽ വീണു. പക്ഷേ അവർ ഒരു തരത്തിൽ തിരികെ കരയ്ക്ക് കയറി. പക്ഷേ പെൺകുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സംഭവം ഉടൻ തന്നെ ഫയർഫോഴ്സിലും പോലീസിലും ഒക്കെ അറിയിച്ചു. ഫയർഫോഴ്സ് സ്കൂബ ടീമുമായെത്തി, ഡിങ്കി ബോട്ടുകൾ മൊത്തമായെത്തി ഈ നെട്ടൂർ പുഴയിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതേവരെ ഫിദയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നെട്ടൂർ സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് ഫിദ. ഫിദയ്ക്ക് 2 സഹോദരിമാരാണ് ഉള്ളത്. തൊട്ടടുത്ത് തന്നെ ഈ വീട്, ഇവിടെ 2-3 മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് വീട് കാണിക്കാൻ കഴിയില്ല. തൊട്ടടുത്ത് തന്നെ ഒരു 50 മീറ്റർ മാത്രമേ, ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് കേവലം ഒരു 50 മീറ്റർ മാത്രമേ ഫിദയുടെ വീട്ടിലേക്കുള്ളൂ. പതിവായി ഈ മേഖലയിൽ എത്തുന്ന ആളുകളും തന്നെയാണ്. കായലിന് പരിചിതമായ ആളുകൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്തായിരുന്നാലും ഈ കായലിൻ്റെ ഓരത്ത് അല്ലെങ്കിൽ പുഴയിലെ ഓരത്ത് ചെളി അടിഞ്ഞുകൂടി കിടക്കുന്നത് കാണാം. ഇത്തരത്തിൽ ചെളിയുണ്ട് എന്ന് അറിയാഞ്ഞിട്ടാണോ എന്നറിയില്ല, കയ്യോ കാലോ ഒന്ന് കഴുകുന്നതിന് വേണ്ടി, ഒരു പക്ഷേ വേസ്റ്റ് കളഞ്ഞതിന് ശേഷം ഈ കായൽ പുഴയിലിറങ്ങി കയ്യോ കാലോ ഒന്ന് കഴുകുന്നതിന് വേണ്ടി ചെളിയിലേക്ക് കാൽ വെച്ചതാവാം. അവിടെ ആഴ്ന്നു പോയി പുഴയിലേക്ക് വീഴുകയായിരുന്നു. ദൃശ്യങ്ങൾ കാണാമല്ലോ. ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ വേലിയേറ്റത്തിൻ്റെയും വേലിയിറക്കത്തിൻ്റെയും ഒക്കെ പ്രത്യേകതകൾ കൊണ്ടായിരിക്കാം വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇതിനേക്കാൾ കൂടുതൽ വെള്ളം ഈ കരഭാഗത്തേക്ക് കയറി, ഇപ്പോൾ കരയായി കാണുന്ന പ്രദേശത്തേക്ക് കയറിയുണ്ടായിരുന്നു. അവിടെ ചെളിയിലേക്ക് പെൺകുട്ടിയുടെ കാലുകൾ താഴ്ന്നുപോയി. അങ്ങനെ വെള്ളത്തിൽ വീഴുകയായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത്. പെൺകുട്ടിയുടെ അമ്മയും തൊട്ട് പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് ഈ പ്രദേശത്തുള്ള 1-2 ആളുകളോട് തന്നെ ഈ പുഴയുടെ കിടപ്പിനെക്കുറിച്ച് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചോദിക്കാം. നാട്ടുകാരിൽ ഒരാൾ ഒപ്പം ചേരുന്നുണ്ട്. ഇവിടെയാണ് ഈ അപകടം ഉണ്ടായത്. പെൺകുട്ടി ഇവിടേക്കാണ് വേസ്റ്റ് കളയാൻ ഇറങ്ങിയത്. രാവിലെ ഈ കല്ലിൻ്റെ അവിടെ ഒരു വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടി കുറച്ചങ്ങോട്ട് വേസ്റ്റ് ഇവിടുന്ന് എറിയുന്നതിന് പരമായിട്ട് കുറച്ചങ്ങോട്ട് നടന്നങ്ങോട്ട് ഇറങ്ങി. അങ്ങനെ ഉമ്മ ഇങ്ങനെ നോക്കിക്കുന്ന വഴി കുട്ടി അങ്ങോട്ട് നടന്ന് പെട്ടെന്ന് അങ്ങോട്ട് വീണാണ് അങ്ങോട്ട് പോയത്. പിന്നെ ഉമ്മ ഇറങ്ങി, വാപ്പ ഓടി വന്നിട്ട് വാപ്പ ഇറങ്ങി. റബിൻ പറഞ്ഞ ഇവിടെ ഒരു നാട്ടുകാരനുണ്ടായിരുന്നു, പുള്ളി ഇറങ്ങി. പിന്നെ ഇവിടെ കുറച്ച് വലയുടെ മീൻ പിടിക്കുന്നവരുണ്ടായിരുന്നു. അവർ പ്രദേശവാസികൾ ഇറങ്ങി. പെട്ടെന്ന് തന്നെ പോലീസ്, സ്കൂബ ടീം എല്ലാവരും എത്തി. ഫയർഫോഴ്സിൻ്റെ ടീമുണ്ട്. ഇതുവരെ ഇപ്പോൾ 6:15 മണിക്ക് സംഭവിച്ചിട്ട് ഈ സമയം വരെ കിട്ടിയിട്ടില്ല എന്നുള്ളത്. അതായത് അമ്മയുടെ കൺമുന്നിൽ വെച്ചാണ് അപകടം വെച്ചാണ് കുട്ടി പോകുന്നത്. വാപ്പയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. വാപ്പ ഇപ്പോൾ നെജുവിനായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ്. മാതാപിതാക്കളുടെ മുന്നിൽ വെച്ചാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായി. നല്ല കുത്തനെയുള്ള വെയിൽ ഇറക്കുമായിരുന്നു ഈ സമയത്ത്. കടലിലേക്ക് വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അങ്ങനെ സംഭവിച്ചത്. ഇവർ നിലമ്പൂർ സ്വദേശികളാണെന്ന് പറഞ്ഞു. എത്ര കാലമായി ഇവിടെ വന്നിട്ട് അറിയാം? 1.5 മാസം 2 മാസമായിട്ടുള്ളൂ. പുഴയൊന്നുമായിട്ട് അത്ര പരിചയമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ കുട്ടി ഒരു കൗതുകം കൊണ്ട് വന്നായിരിക്കാം ഇങ്ങോട്ട്. പുഴ കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിൽ ഇറങ്ങിയായിരിക്കാം. പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ല. മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നു അറിയാമോ? വാപ്പ മീനിൻ്റെ ബിസിനസ്സാണ്. ഉമ്മ ഒരു ഷോപ്പിൽ നിൽക്കുവാണ്. വളരെ സാധാരണ ഇതുള്ളതാണ്. അവരിവിടെ പണയത്തിന് വന്ന് താമസിക്കുകയാണ്. ഇളയ കുട്ടികളുണ്ടെന്ന് തോന്നുന്നു. 2 കുട്ടികളുണ്ട്. ഈ കാണുന്നതാണോ വീടെന്ന് പറയുന്നത്? കാണുന്ന വീട് ഒരു പച്ച ഷെയ്ഡുള്ളത്. ഓക്കെ. മൊത്തം ഈ ദൃശ്യങ്ങൾ കാണാമെന്ന് തോന്നുന്നു. ഇവിടുന്ന് ഈ അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് 50 മീറ്റർ പോലുമില്ല. ആ കാണുന്ന ഒരു ഏകദേശം ഇളം പച്ച നിറമുള്ള അല്ലെങ്കിൽ ക്രീം നിറമുള്ള ആ വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. അതായത് വീട്ടിൽ നിന്ന് വെളിപ്പാടകല ദൂരം മാത്രമേ അപകടമുണ്ടായ ഈ സ്ഥലത്തേക്കുള്ളൂ. മാതാപിതാക്കളുടെ കൺമുന്നിലാണ് ഇത്തരത്തിലുള്ള ഒരു ദാരുണ അപകടം ഉണ്ടായിരിക്കുന്നത്. ഫിദയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. നാട്ടുകാരുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്. അപകടമുണ്ടായി ഏറെ വൈകാതെ തന്നെ ഇവരെല്ലാവരും രംഗത്ത് എത്തിയതായും നാട്ടുകാർ തന്നെ പറയുന്നു. പക്ഷേ ഫിദയെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. അവൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ സംഘങ്ങളാണ് പ്രദീപ് ജോസഫ് ഇപ്പോൾ തെരച്ചിലിന് പുഴയിലുള്ളത്?
മൊത്തം നമുക്ക് കാണാം മത്സ്യത്തൊഴിലാളികളുണ്ട്. ഇതൊരു മത്സ്യത്തൊഴിലാളി മേഖല, അയൽവാസികളുണ്ട്, മത്സ്യത്തൊഴിലാളികൾ മേഖലയുണ്ട്. കാരണം എല്ലാവരും പരസ്പരം അറിയുന്ന ആളുകളും തൊട്ട് ചേർന്നുള്ള വീടുകളുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ ഇത്തരത്തിലൊരു അപകടമുണ്ടായി അവരുടെ നിലവിളി കേട്ട് കരച്ചിലായിട്ട് ആളുകൾ ഓടിയെത്തുകയായിരുന്നു. അവരൊക്കെ തന്നെ ഇപ്പോഴും തെരച്ചിലിൽ സജീവമായുണ്ട്. കൂടുതലും വള്ളങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിലാണ്. കാരണം പ്രദേശവാസികൾക്ക് ഈ പുഴയെ നന്നായി അറിയാം, അവിടുത്തെ ഒഴുക്ക് അറിയാം. ഒഴുക്കിൻ്റെ തീവ്രത ഇപ്പോൾ അല്പം കുറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് ഒഴുക്ക് നിലച്ച ഒരു അവസ്ഥയിൽ തന്നെയാണെന്ന് പറയാം. സാധാരണ നല്ല ഒഴുക്കുള്ള അവസ്ഥയിലാണ്. പുഴ എങ്ങനെയാണ്? ഒരു നല്ല ഒഴുക്കുള്ള സ്ഥലം, ഒരുവിധം നല്ല വലിവെള്ളമാണ്. വലിവെന്ന് പറഞ്ഞാൽ ഒഴുക്കുള്ള സ്ഥലമാണ് ഇത്. അങ്ങനെ ഈ അപകടം ഉണ്ടാകുമ്പോൾ ഒഴുക്കുണ്ടായിരുന്നോ? ഉണ്ട്. ഒരു 6:15 ഇവിടെ സംഭവം നടക്കുന്നത്. 6:15 സംഭവം നടക്കുന്നത്. ഒരുവിധം നല്ല വലിവുണ്ട് ആ സമയത്ത്. ഈ ഭാഗത്തു നിന്നാണ് ആ കുട്ടി ഈ ഭാഗത്തു നിന്നാണ് എറിയുന്നത്. അന്നേരം അവിടെ നിന്ന് വേസ്റ്റ് കായലിലേക്ക് എറിയുന്നു. ഫുഡ് വേസ്റ്റാണ് അത് കായലിലേക്ക് എറിയുന്നു. അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെ അവരുടെ ഉമ്മ പറഞ്ഞു. ഉമ്മ ഏതാണ്ട് പുറകെ വരുന്നായിരുന്നു. അങ്ങനെ നീ എന്താ വെള്ളത്തിൽ ഇറങ്ങില്ലേ എന്ന് പ്രദീപ് ജോസഫ് പെൺകുട്ടിയെ നെട്ടൂർ ഭാഗത്താണ് ഇപ്പോൾ വെള്ളത്തിൽ വീണു എന്ന് പറയുന്നത്. അവിടെ ഫിദ എന്ന +1 കാരി വിദ്യാർത്ഥിനിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. സ്കൂബ ഡൈവിംഗുകാരും ഫയർഫോഴ്സ് സംഘം ഒപ്പം തദ്ദേശീയരായ മത്സ്യത്തൊഴിലാളികളുമാണ് ഫിദയ്ക്ക് വേണ്ടി തെരച്ചിൽ നടത്തുന്നത്. ഒരു വിളിപ്പാട് അകലെയാണ് വീട്. അവിടെ നിന്നും മാലിന്യം നിക്ഷേപിക്കാനായി വന്ന സമയത്തായിരുന്നു ഈ ഒരു അപകടം ഉണ്ടായത്.